ഇത് ഞങ്ങളുടെ കലാലയം, SN കോളേജ് നാട്ടിക. എന്നും നെഞ്ചോട് ചേർത്ത് താലോലിക്കാൻ, ഓർത്തഭിമാനിക്കാൻ, പൊള്ളുന്ന കൗമാരത്തിൻ്റെ കാവലാളായിരുന്ന, ചിറകിളക്കി ചിന്തകളെ അനന്തതയിലേക്ക് പറത്തിവിട്ട ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് എന്നും മനസ്സ് കുതിക്കുന്നു. തികഞ്ഞ ആതുരതയോടെ, നെഞ്ചിടിപ്പോടെ ക്യാമ്പസിലെത്തിയ ആദ്യ ദിവസം, ആദ്യത്തെ കൂട്ടുകാർ, പിന്നെ തിരഞ്ഞെത്തിയ നോട്ടങ്ങൾ, പുഞ്ചിരികൾ, സമ്മാനങ്ങൾ, അധ്യയനത്തിൻ്റെ വിരസതയും ജിജ്ഞാസയും, സമരവീര്യങ്ങൾ, പുകച്ചുരുളുകളുടെ ആസ്വാദ്യതകൾ, പരീക്ഷക്കാലത്തിൻ്റെ ചൂടും ആകുലതകളും, ക്ലാസ് മുറികളിൽ നിന്ന് സിനിമാ കൊട്ടകയിലേക്കുള്ള അപ്രതീക്ഷിത പാലായനങ്ങൾ, അക്ഷരലോകത്തെ പ്രതിഭകളെ തേടിയും അറിഞ്ഞും നടത്തിയ യാത്രകളിൽ M. മുകുന്ദനും മാധവിക്കുട്ടിയും ആനന്ദും വിശ്വസാഹിത്യത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന ലോകം കണ്ടതും, സങ്കല്പങ്ങളും ആശയങ്ങളും മുളപൊട്ടിയതും പടർന്നു പന്തലിച്ചതും ഈ ലൈബ്രറിയിൽ നിന്ന്. പുസ്തകങ്ങളുടെ കൊതിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഗന്ധം ഇപ്പോഴും അവിടെ പതുങ്ങി നിൽപ്പുണ്ടാവും. ഈ നീളൻ ഇടനാഴികൾ ചിലപ്പോൾ തീപ്പൊരി പാറുന്ന ചർച്ചകൾക്കുള്ള ഇടം, മറ്റു ചിലപ്പോൾ കുറുമ്പ് കാട്ടാനും പാറി നടക്കാനുമുള്ള സങ്കേതങ്ങൾ, പിന്നെ പ്രണയിക്കാനും ശല്യപ്പെടുത്താനും നഷ്ടപ്രണയങ്ങളുടെ കണ്ണീർ ചുമക്കാനുമുള്ള നടവഴികൾ. ഇടമുറിയാതെ പെയ്യുന്ന ഇടവപ്പാതിയും തുലാവർഷവും, പിന്നെ ഇടയ്ക്കിടെ ചിണുങ്ങി വരുന്ന ചെറിയ ചാറ്റൽ മഴയുമൊക്കെ ഏറ്റവും ചാരുതയോടെ കണ്ടത് ഈ വരാന്തകളിൽ നിൽക്കുമ്പോൾ മാത്രമായിരുന്നു. ഉത്തമേട്ടൻ്റെ ചായക്കടയിലെ മുറിച്ചായയും പരിപ്പുവടയും ബജിയും സമൂസയും, ഗൗരവമേറിയ ചർച്ചകളും, ഇടയ്ക്കിടെ മുളപൊട്ടുന്ന രസം നിറഞ്ഞ നിർദോഷകരമായ ഗോസിപ്പുകളും, പഞ്ചാരയടിയും അവശ്യ സർവീസുകളുമായി കൗമാരമാഘോഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട ക്യാൻറ്റീൻ. കഥകളും കവിതകളുമായി ചിറകൊതുക്കിയിരുന്ന ഈ മരത്തണലുകൾ, ഇതുതന്നെയല്ലേ നമ്മളെ സാഹിത്യത്തിലേക്ക് കൂടുതൽ വലിച്ചടുപ്പിച്ച, ആരെയും ഭാവഗായകരാക്കുന്ന ആ ഇടം. പ്രാവുകൾ കുറുകിയിരിക്കുന്ന മിനാരങ്ങളിൽ കയറി നിന്ന് വിജയങ്ങൾ ആഘോഷിക്കാൻ മനസ്സു തുടിച്ചിരുന്നു. പ്രസ്ഥാനങ്ങളുടെ വ്യത്യസ്ത ആദർശങ്ങളും ആഹ്വാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കുറച്ചൊന്നുമല്ലല്ലോ നമ്മളെ ആവേശം കൊള്ളിച്ചത്. രക്തരൂക്ഷിതവും സൗഹാർദ്ദപരവുമായ എത്രയോ ആശയങ്ങൾ നമ്മൾ നെയ്തുകൂട്ടി. പ്രണയം കൈമാറാൻ ആ മരത്തണലുകൾ, ചെറിയ ചെറിയ പുൽത്തകിടികൾ, നമ്മൾ മാത്രം തെരഞ്ഞുപിടിച്ച ക്യാമ്പസിലെ ചന്തമുള്ള തുരുത്തുകൾ പിന്നെയും പിന്നെയും നമ്മളെ തിരികെ വിളിക്കുന്നു. ചിലങ്കകൾ ആടിത്തളർന്ന, തമ്പുരുശ്രുതി എപ്പോഴും മുഴങ്ങുന്ന, തിരശീലകൾക്കു പിന്നിൽ പലവട്ടം ഊഴം കാത്ത് ചങ്കിടിപ്പോടെ നിന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഓഡിറ്റോറിയത്തിൽ. ഇവിടെ എത്രയോ വട്ടം ഷേക്സ്പിയറിൻ്റെയും കാവാലത്തിൻ്റെയും ഒക്കെ എത്രയെത്ര കഥാപാത്രങ്ങൾ നമ്മിലൂടെ പുനർജനിച്ചിരിക്കുന്നു. ഒടുവിൽ യോഗ്യതാ സാക്ഷ്യപത്രങ്ങളും നെഞ്ചോട് ചേർത്ത് ആ പടിയിറങ്ങുമ്പോൾ നന്ദി പറയാം. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ സുവർണകാലത്തിന്, നമ്മളെ ഏറ്റവും യോഗ്യരായി വാർത്തെടുത്ത പ്രഗത്ഭമതികളായ ആ ഗുരുനാഥന്മാരോട്, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, പിന്നെയും പിന്നെയും തിരികെ മാടി വിളിക്കുന്ന നമ്മുടെ സ്വന്തം SN കോളേജ് നാട്ടികയിലേക്ക് ഈ ഊഷരഭൂവിലിരുന്ന് നിറകണ്ണുകളോടെയും അഭിമാനത്തോടെയും ഓർക്കാം
ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. SNC നൊസ്റ്റാൾജിയ 93-98. Journey home is never too long. Your heart arrives before the train. Journey home is never too long. Your heart arrives before the train. SNC നൊസ്റ്റാൾജിയ 2012 25-ാം തീയതി വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നു. 25-ാം തീയതിയിലെ ഈ ഒത്തുചേരലിൽ പങ്കെടുക്കാൻ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നു. വരികയാണ് വീണ്ടും നാം നമ്മുടെ ഓർമ്മയുടെ തീരങ്ങളിലേക്ക് മനസ്സ് പങ്കുവയ്ക്കുവാൻ. ഓഗസ്റ്റ് മാസം 25-ാം തീയതി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കാണാൻ. ഇതൊരു ജീവിതത്തിൽ എവിടെയൊക്കെ ഓർമ്മയിലേക്കൊരു തിരിച്ചു പോക്കാം. ജീവിതം സുന്ദരമാണ്, പക്ഷേ എന്നൊരു വാക്കുണ്ട്. അത് കൂട്ടിമുട്ടിക്കുവാൻ എളുപ്പമല്ല. ആ പക്ഷയിലെ കൊച്ചു കൊച്ചു കുത്തുകളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ആ കൊച്ചു കൊച്ചു കുത്തുകളായി ഈ തുരുത്തിൽ ഒരിക്കൽ കൂടി ആത്മാവ് പങ്കുവയ്ക്കാം. നമ്മുടെ കോളേജിലെ 93-98 ബാച്ചിലെ വിവിധ ഫാക്കൽറ്റീസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന ഒരു സംരംഭമാണിത്. അവരുടെ ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ അയവിറക്കുന്നതോടൊപ്പം ഈ കൂട്ടായ്മ കാണിക്കുന്നത് അവർക്ക് ഈ കോളേജിനോടുള്ള താല്പര്യവും സ്നേഹവുമാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടിക ശ്രീനാരായണ കോളേജിൽ 93 വർഷത്തിൽ പ്രീ ഡിഗ്രിയും 95 വർഷത്തിൽ ഡിഗ്രിയും ചേർന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഓഗസ്റ്റ് 25-ന് നടക്കുകയാണ്. ഈ കുട്ടികൾ, ഇതിൻ്റെ സംഘാടകരായ കുട്ടികൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അതീവ സന്തോഷം തോന്നി. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെയൊക്കെ കാണാനുള്ളൊരു അഭിനിവേശം എന്നിൽ പലയടിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും വരണം. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഇതിൻ്റെ സംഘാടകരുടെ മാത്രം സ്വപ്നമല്ല, നിങ്ങളെ കാണാൻ കൊതിക്കുന്ന എൻ്റെയും കൂടി സ്വപ്നമാണ്. തീർച്ചയായും നിങ്ങൾ വരുമല്ലോ. 94-95 തുടങ്ങിയ അധ്യയന വർഷങ്ങളിൽ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ തന്നെ കാണണമെന്ന ആഗ്രഹം, അതായത് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ചിരുന്ന കുട്ടികളെ കാണണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കോളേജിൽ വെച്ച് കൂടാൻ പോകുന്ന യോഗത്തിൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെയൊക്കെ കാണാൻ, SM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കാണാൻ, അവരോട് കിട്ടുന്ന ചെറിയ നിമിഷങ്ങളിൽ സൗഹൃദം പങ്കിടാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സന്നിഹിതനാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. ഈ വരുന്ന ആഗസ്റ്റ് 25-ാം തീയതി നമ്മുടെ കോളേജിൽ ഒത്തുകൂടുകയാണ്. ആ സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഞാനും ഉണ്ടാകും, ടീച്ചറുണ്ട്, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈ കോളേജ് മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ട്. വി വിൽ ഹാവ് എ നൈറ്റ് സെഷൻ. ഈ ഓഗസ്റ്റ് 25-ാം തീയതി കോളേജിലേക്ക്, നിങ്ങൾ പഠിച്ച പഴയ കോളേജിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. നമ്മുടെ നാട്ടിക SN കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. എൻ്റെ കുട്ടികളെ എല്ലാവരെയും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിനായി സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടീച്ചേഴ്സും എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾ വരുന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ അവിടെ എത്തും, നിങ്ങളെ ഒന്ന് കാണണം. നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം സ്നേഹം പങ്കിടാം. നിങ്ങൾ സകുടുംബം വരുമല്ലോ. ഇതൊരു ക്ഷണക്കത്താണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം. ഞങ്ങൾ കാത്തിരിക്കും. Journey home is never too long. Your heart arrives
journey home is never too long.